വയനാട് മുണ്ടേരി ഫാമിന് സമീപത്ത് നിന്നും ഒരു മൃതദേഹം കൂടി ലഭിച്ചു. ഫാമിന് 10 കിലോമീറ്റർ സമീപത്ത് നിന്നാണ് ലഭിച്ചത്. 60-അംഗ പ്രത്യേക സംഘമാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി റമീസ് ചേരുന്നു. റമീസ്, ഇപ്പോൾ ഒരു മൃതദേഹം ഫാമിന് 10 കിലോമീറ്ററിന് സമീപത്ത് നിന്നും ലഭിച്ചിരിക്കുന്നു. തെരച്ചിൽ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? എന്താണ് വിശദാംശങ്ങൾ? ബിനു, ചാലിയാറിലെ മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ നിന്നാണ് മൃതദേഹ അവശിഷ്ടമാണ് കിട്ടിയത്. മൃതദേഹ ശരീരഭാഗമാണ് കിട്ടിയത്, ക്ഷമിക്കണം. ഈ ഭാഗത്ത് കൂടുതലായിട്ട് പരിശോധനകൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ ഈ ഭാഗങ്ങളിലാണ് ഈ മൃതദേഹ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളൊക്കെയും തന്നെ ലഭിച്ചത്. നമുക്കറിയാം, ചാലിയാർ എന്ന് പറയുന്നത് ഒരു 40 കിലോമീറ്ററോളം നീളമുള്ള പുഴയാണ്. ആ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായും മൃതദേഹങ്ങളൊക്കെയും തന്നെ കിട്ടിയതും മൃതദേഹ ശരീരഭാഗങ്ങളും കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ആ മേഖലയിൽ കൂടുതൽ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്തായാലും ആ പരിശോധനയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ശരീരഭാഗം കിട്ടിയത്. ഉടൻ തന്നെ അത് മേപ്പാടിയിലെ പോസ്റ്റ്മോർട്ടം കേന്ദ്രത്തിലേക്ക് എത്തിക്കും. എന്തായാലും അതിനുശേഷം തുടർന്ന് സംസ്കാരവും മറ്റു DNA ടെസ്റ്റുകളും മറ്റു പരിപാടികളൊക്കെയും തന്നെ തുടർന്ന് നടപ്പാക്കുകയാണ് ചെയ്യുക. എന്തായാലും 60-അംഗ സംഘം NDRF, പോലീസ് സേന, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ മറ്റ് വൈദഗ്ധ്യം ലഭിച്ച പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ മേഖലകളിലേക്ക് പരിശോധനയ്ക്കായി പോയിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 60-അംഗ സംഘം നേരത്തെ 5 സെക്ടറായി തിരിച്ചതിൽ പ്രധാനപ്പെട്ട ഉൾവനങ്ങളിൽപ്പെട്ട ഭാഗമാണ് ഈ ഭാഗം. ഈ ഭാഗത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ശരീരഭാഗം ലഭിച്ചത്. ഈ ഭാഗത്ത് നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ നേരെ മേപ്പാടിയിലെ ക്യാമ്പുകളിലേക്ക് എത്തിക്കും. തുടർന്ന് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തേക്കും തുടർന്ന് കമ്മ്യൂണിറ്റി ഹാളിലേക്കും എത്തിക്കുകയാണ് ചെയ്യുക. ബിനു, അതോടൊപ്പം തന്നെ ഈ മൃതദേഹം ലഭിച്ചത്, അതിൻ്റെ DNA പരിശോധനകൾ, മറ്റ് വിശദാംശങ്ങൾ, അതിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ലഭിച്ചത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. ബിനു, മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ നിന്ന് കെട്ടുപാറ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ശരീരഭാഗം ലഭിച്ചതെന്നാണ് നമുക്ക് കൃത്യമായ വിവരം. പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ഈ ലഭ്യമായ ശരീരഭാഗം ഉടൻ തന്നെ ഹെലികോപ്റ്റർ വഴി തന്നെ ഈ മേപ്പാടിയിലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അതിനി കൂടുതൽ വ്യാപകമാക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടിയിലേക്കും ഇത് നയിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ ഭാഗം ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെയും തന്നെ ഇപ്പോൾ പരിശോധന താൽക്കാലികമായി കുറച്ചിരിക്കുകയാണ്. കാരണം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ പ്രാഥമിക ഘട്ടവും പിന്നീട് എയർ ഡ്രോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളെല്ലാം തന്നെ പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ മേഖലകൾക്ക് പുറമെ സൂചിപ്പാറ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. റമീസ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.